ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ലൈൻ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് ശർക്കര നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. ഇപ്പം വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരയിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ട്രെയിനിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ പഴം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്ന വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഴം ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. ഇപ്പം പഴം ഇവിടെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ പഴവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം പഴവും തേങ്ങയും ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ലൈനി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ശർക്കര ലൈനിയും ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്നത് റാഗിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവായി വരുന്ന വരെ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് വാഴയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ റാഗിയുടെ ഒരു മിക്സ് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആയി പോയി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഇലയുടെ സൈഡിലേക്ക് വെച്ച് ഒന്നും കൂടി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് 2 സൈഡും നമുക്ക് ഇല ഇതുപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ റാഗിപ്പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.